എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കണേ. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ കബഡി വെച്ച് ഓൺലൈനായി നോക്കി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാർത്തിലേക്ക് കിടക്കാം. പൂരാടം നക്ഷത്രം 2026 ഏകദേശം 26 ഭാഗ്യങ്ങളൊക്കെ പൂരാടം നക്ഷത്രക്കാരുടെ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ ഈ 2026 ഫെബ്രുവരി മാസം, അതായത് ജനുവരി ഫെബ്രുവരി മാസമായിട്ടും സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുന്ന പൂരാടം നക്ഷത്രക്കാരുടെ ജോലി കാര്യങ്ങൾ, അതുപോലെ വിവാഹപരമായ കാര്യങ്ങൾ, കുറേ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷവും നടന്ന് ഈ വർഷമൊക്കെ നടക്കുന്നുണ്ടെന്നാൽ കൂടുതലും പൂരാടം നക്ഷത്രർക്ക് സാമ്പത്തികം, ജോലി, അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ മാറ്റം ചെയ്യേണ്ട പരിഹാരം എന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ അർച്ചനയോ പൂജയോ നടത്തുക. പിന്നെ നമ്മുടെ ഗ്രഹനില, നിങ്ങളുടെ ഗ്രഹനില, അതായത് എത്ര സാമ്പത്തിക തടസ്സം ഉണ്ടെങ്കിലും ഗ്രഹനിലയിൽ ഏത് പാപഗ്രഹമാണ് നിങ്ങളുടെ സമ്പത്തിനെ തടസ്സപ്പെടുത്തിക്കുന്നത്, ആ ഗ്രഹത്തിന് പ്രത്യേക രീതിയിലുള്ള പൂജ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സമ്പത്ത്പരമായ തടസ്സങ്ങൾ മാറത്തുള്ളൂ. അപ്പോൾ സമ്പത്ത് ദുരിതങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചിരുക, അത് നോക്കി കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പൂരാടം നക്ഷത്രക്കാർക്ക് 2026 ഫെബ്രുവരി മാസമായി. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള തടസ്സങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പൂരാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം വരാൻ വേണ്ടി നമ്മുടെ പറമ്പിലും നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ മുക്കുറ്റി ചെടി കിട്ടും. മുക്കുറ്റി ചെടി, ഈ മുക്കുറ്റി ചെടി കഴുകി വൃത്തിയാക്കി ഗണപതി ക്ഷേത്രത്തിലോ ദേവീ ക്ഷേത്രത്തിലോ ചെയ്യുന്ന വഴിപാടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഗണപതി ക്ഷേത്രത്തിൽ വശ്യഗണപതി മന്ത്രം കൊണ്ട് ഈ മുക്കുറ്റി കൊണ്ട് അർച്ചന ചെയ്തു തരാൻ പറയണം. 21 മുക്കുറ്റിയോ 11 മുക്കുറ്റിയോ ചെയ്യാം. എന്നിട്ട് ആ ഒരു പ്രസാദം നമ്മുടെ വീട്ടിലോ സ്ഥാപനത്തിലോ വെക്കുക. ദേവീ ക്ഷേത്രത്തിലാണെങ്കിൽ അശ്വാരുണ മന്ത്രം ജപിച്ച് മുക്കുറ്റി ചെയ്തു തരാൻ പറയണം. അതായത് മുക്കുറ്റി കൊണ്ട് കൊടുത്ത്, അതായത് നമ്മൾ അവിടെ നിൽക്കുന്ന തിരുമേനിയോട് ഒന്ന് പറയുക, മുക്കുറ്റി കൊണ്ട് ദേവിക്ക് അശ്വാരൂഢം ചെയ്തു തരുന്നത്. ചിലവർ ചെയ്തു തരും, ചിലവർ ചെയ്തു തരത്തില്ല. അത് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ഒന്ന് കൊണ്ടുപോകുക. ഇതിങ്ങനെ പൂരാട നക്ഷത്രക്കാർ ചെയ്യുമ്പോൾ ജോലി ഉയർച്ച ഉണ്ടാകും, സാമ്പത്തികപരമായ പ്രതിസന്ധികൾ മാറി, അതായത് സാലറി കിട്ടുന്ന സമയത്ത് നഷ്ടങ്ങൾ വരാതിരിക്കുകയും സാമ്പത്തിക ലാഭമായിട്ട് മുന്നോട്ട് പോകാം. രണ്ടാമത്തെ കാര്യം, പൂരാട നക്ഷത്രക്കാർ ആഴ്ചയിൽ ഒരു തവണ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി 9 പ്രദക്ഷിണം വെച്ച് 9 ചില്ലറ പൈസ തലക്കൊഴിഞ്ഞ് നവഗ്രഹത്തിനിടുക. മൂന്നാമതായി പറയാനുള്ളത്, എല്ലാ വർഷവും അതായത് 2027 ജാനുവരി വരെ പൂരാട നക്ഷത്രക്കാർ ദേവീ ക്ഷേത്രത്തിൽ പൂരാടത്തിനന്ന് ഭഗവതി സേവയും ഗണപതി ഹോമം ചെയ്യുക. ഇത് ചെയ്യുന്നതുകൊണ്ട് പൂരാടം നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ശത്രുദോഷങ്ങളും തടസ്സങ്ങളും എല്ലാം മാറി എല്ലാവിധ ഗുണങ്ങളും പൂരാടം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട്, ജോലിക്കാര്യങ്ങൾ, വിവാഹ തടസ്സമായിട്ട് നിൽക്കുന്ന പൂരാട നക്ഷത്രക്കാർ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. ഗ്രഹനില പരിശോധിച്ച ശേഷം മാത്രം അങ്ങോട്ടുള്ള സാമ്പത്തികത്തിൻ്റെ കാര്യം പറഞ്ഞു തരാം. ജോലിയിൽ പുരോഗതി കിട്ടും, അതേപോലെ തന്നെ വിവാഹ കാര്യങ്ങൾ നടക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഞായറാഴ്ച ബാക്കിയുള്ള ദിവസം ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങൾ പറയുന്ന വഴിപാടുകളൊക്കെ ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി. മുക്കുറ്റി കിട്ടിയില്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള പൂ കൊണ്ട് ചെയ്താൽ മതി. ഈ പറയുന്ന കാര്യം കൃത്യമായിട്ട് പൂരാട നക്ഷത്രത്തിൽ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്.